ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിഡിലൻ ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഇതിലേക്ക് നമ്മൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ബിരിയാണിയാണിത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തായാലും ഒരു തവണ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി നോക്കണം കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത ചെമ്മീനാണ്. ഒരു 40 ചെമ്മീനുണ്ട്, 3/4 കിലോ ചെമ്മീനുണ്ട്. ആദ്യം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നമുക്കിതൊന്ന് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 വലിയ സവാളയാണ് കേട്ടോ. സവാള നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ചധികം സമയം നമ്മൾ സവാള വഴറ്റിയെടുക്കണം. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സവാള വഴറ്റുന്നിടത്താണ് ഈ ബിരിയാണീൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 3 വലിയ തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. കുറച്ചധികം തക്കാളി എടുക്കണം, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. നമ്മൾ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതെടുക്കാം. നല്ല ചുവപ്പ് കളറുള്ള തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടും. അപ്പോൾ അതുണ്ടെങ്കിൽ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ്റെ തല ചേർത്ത് കൊടുക്കാം. തല നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ്. നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചെമ്മീൻ്റെ തല ചേർത്ത് കൊടുക്കുന്നത്. ചെമ്മീൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഇതിൽ നിന്ന് ചെമ്മീൻ്റെ തലയൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിലിട്ട് വെക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇത് നമ്മൾ ചെമ്മീനിൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. നമ്മൾ ചെമ്മീൻ വറുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ നോക്കിയിട്ട് ചേർക്കാം. ഈ ഒരു രീതിയിലാണ് ഇതിരിക്കേണ്ടത്. അപ്പോൾ അത് നോക്കിയിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് വറുത്തെടുക്കാം. ചെമ്മീൻ ഒരുപാട് സമയം നമ്മൾ വേവിക്കരുത്, അപ്പോൾ ഹാർഡായി പോവും. നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് സമയം ചെമ്മീൻ വേവിച്ചെടുത്താൽ മതി. ചെമ്മീൻ ഒരു 4 മിനിറ്റ് 3 മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ചെമ്മീൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഒരുപാട് സമയമൊന്നും നമ്മൾ ചെമ്മീൻ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ചെമ്മീൻ ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചില്ലി പൗഡറിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിലിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ മുളക് പൊടി ഒന്ന് വേവുന്ന വരെ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ നേരത്തെ ചെറിയ ഫ്ലെയിമിലിട്ട് വെച്ച ഇതിൽ നിന്ന് നമുക്ക് ചെമ്മീൻ്റെ തല എടുത്ത് മാറ്റാം. ഇപ്പോൾ ഇതിൽ നല്ലോണം ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് തല എടുത്ത് മാറ്റാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തലയെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക.
1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ പാനിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. നോക്കിയിട്ട് കുറച്ചുകൂടെ ഒഴിക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ചെമ്മീൻ്റെ ഗ്രേവി ഇരിക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് കൈമ റൈസാണ് എടുത്തത്. ജീരകശാല റൈസ് എന്നൊക്കെ പറയില്ലേ, ആ റൈസാണ് എടുത്തത്. ജീരകശാല റൈസ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചോറുണ്ടാക്കാൻ പോകുന്ന സമയത്ത് കഴുകി ഊറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ഏലക്ക, 4 ഗ്രാമ്പൂ, 2 കഷ്ണം പട്ട അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 10-12 കാഷ്വസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് അരിയിലേക്ക് 4.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അരി എടുക്കുന്നതിനനുസരിച്ച് അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം. റൈസും വെള്ളവും ഒരേ ലെവലിൽ നിൽക്കുന്ന വരെ നമ്മളിതുപോലെ തുറന്ന് വെച്ചിട്ട് തന്നെ അരി വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുക്കാം. റൈസ് ഈ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. നമ്മളെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം. 10 മിനിറ്റ് ആകുമ്പോൾ ഇത് കറക്റ്റായിട്ടുള്ളൊരു വേവായിട്ട് വന്നിട്ടുണ്ടാവും. റൈസ് അധികം വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് റൈസിൻ്റെ വേവ് പ്രത്യേകം ശ്രദ്ധിക്കുക ബിരിയാണി ഉണ്ടാക്കുമ്പോൾ റൈസിൻ്റെ വേവ് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് കറക്റ്റായിട്ടുള്ളൊരു വേവായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റൈസ് അടിപൊളിയായി വന്നിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ളൊരു വേവായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോയിട്ടുമില്ല, എന്നാൽ ആവശ്യത്തിന് വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ റൈസ് ഇരിക്കേണ്ടത്. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ ഇതുപോലെ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഇതുപോലെ ഒരു ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമ്മളൊരു ലെയറും കൂടെ റൈസ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാല ഇതുപോലെ വെച്ച് കൊടുക്കാം. മസാല ഫുള്ളായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മേലെ റൈസ് ഇട്ട് കൊടുക്കാം. ഇതിലുള്ള ഏലക്കയും ഗ്രാമ്പും ഒക്കെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റിക്കളയാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അലൂമിനിയം ഫോയിൽ ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ചൂടാക്കിയ ഒരു തവയിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വെക്കണം. എത്രത്തോളം ഫ്ലെയിം കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ചിട്ട് ഇടാം. അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ റൈസ് ഇവിടെ ദം ചെയ്തെടുത്തിട്ടുണ്ട്. 30 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കിയതാണ്.
30 മിനിറ്റ് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇതിവിടെ തുറന്നതാണ്. ഇനി നമുക്കിതുപോലൊന്ന് കോരിയെടുക്കാം. നല്ല അടിപൊളി ബിരിയാണിയാണ്. നല്ലൊരു കളറൊക്കെയാണ് നമ്മുടെ ബിരിയാണിക്ക്. നല്ല ടേസ്റ്റുമാണ്. തീർച്ചയായും നിങ്ങളിതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്